ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അക്കാദമിക് അപ്ഡേറ്റ്സ് മാത്രമല്ല ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ് നമ്മൾ ലേണിനോ എന്നുള്ള ചാനൽ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, why do I ask you to subscribe? Because we are uploading daily academic updates. അതുപോലെ തന്നെ എന്തും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സും അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ലേണിനോ എന്നുള്ള ചാനൽ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് M.Tech പഠനത്തെ കുറിച്ചിട്ടാണ്. B.Tech കഴിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് നമുക്കറിയാലോ, എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ വരുന്ന പ്രധാന ചോദ്യം എന്താണ്, ഇനി എന്ത് എന്നുള്ളതാണ്. അപ്പം M.Tech പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും അതുപോലെ തന്നെ സ്വകാര്യ കോളേജുകളിലെ മെറിറ്റ് സീറ്റുകൾക്കും ഇപ്പോൾ പൊതു കേന്ദ്രീകൃത അലോട്ട്മെന്റ് ആണല്ലോ നടത്തുന്നത്. അതിൽ M.Cap എന്ന സംവിധാനമാണ് ഈ ഏകജാല പ്രവേശനത്തിന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 മെയ് 17 ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. ഓക്കെ, അതില് ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, B.Tech കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെ? ബിരുദം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥികളുടെ മുന്നിൽ ബേസിക് ആയിട്ട് മൂന്ന് വഴികൾ ആദ്യം പറയുകയാണെങ്കിൽ എന്താണ്, ഒന്നില്ലെങ്കിൽ M.Tech ചെയ്യുന്നു, അല്ലെങ്കിൽ MBA ചെയ്യുന്നു. ഇപ്പോ B.Tech കഴിഞ്ഞിട്ട് M.Tech ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ MBA ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാത്തവരുണ്ട്, ഗവൺമെന്റ് സെക്ടർ ജോബ്സിന് വേണ്ടിയിട്ട് PSC പഠിക്കുന്നവരുണ്ട്, ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവരുണ്ട്, പ്രൈവറ്റ് സെക്ടർ ജോബ്സ് നോക്കുന്നവരുണ്ട്, സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പോ പൊതുവെ നമ്മൾ കാണുന്നത് എന്താണ്, B.Tech കഴിഞ്ഞ് കഴിഞ്ഞാൽ M.Tech പഠിക്കാൻ വേണ്ടി പുറത്തു പോകാനാണ് എല്ലാവർക്കും താല്പര്യം. എന്നാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോ IIT, അതുപോലെ തന്നെ IISc, അതുപോലെ തന്നെ NIT എന്നുള്ള മുൻനിര സ്ഥാപനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച M.Tech പ്രോഗ്രാമുള്ള സംസ്ഥാനം അത് കേരളമാണ് കേട്ടോ. ഈ NIRF റാങ്കിങ്ങിലും മറ്റും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ കേരളത്തിൽ ഒരു 51 കോളേജുകളിലായിട്ട് 220 മുകളിൽ ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ M.Tech കോഴ്സുകൾക്ക്. പരമ്പരാഗത സ്പെഷ്യലൈസേഷൻ പുറമെ അത് സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ അല്ലാതെ തന്നെ AI ഉണ്ട്. AI പറയുമ്പോഴല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ തന്നെ റോബോട്ടിക്സ് തുടങ്ങിയ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളാണ് M.Tech കോഴ്സുകളിലുള്ളത്. മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന സാങ്കേതിക വിദ്യക്കൊപ്പം സാങ്കേതിക പഠനവും മാറേണ്ടതെന്ന ഉത്തമ ബോധ്യത്തിലാണ് കാലാനുസൃതമായിട്ട് സിലബസുകൾ പരിഷ്കരിച്ച് പുതിയ കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 51 കോളേജസും 220 ബ്രാഞ്ചസും, അതിലും കൂടുതൽ ബ്രാഞ്ചസും ആണ് കേരളത്തിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് പിന്നെ വേറൊരു കാര്യം അറിയാലോ, M.Tech പഠനത്തിനുള്ള പൊതുപരീക്ഷയാണ് ഇത് ഗേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഗേറ്റ് IIT-കൾ സംഘടിപ്പിക്കുന്ന ഈ പരീക്ഷയിൽ യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾ ലഭിക്കുന്ന സ്കോർ ആണ് എന്ത്, ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഈ സ്കോർ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ M.Tech-ന് പഠിക്കുമ്പോൾ തന്നെ ഓരോ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്നത് 12,400 രൂപ സ്കോളർഷിപ്പ് ആയിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു, കേരളത്തിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലെ മെറിറ്റ് സീറ്റുകൾക്കും ഇപ്പോൾ പൊതു കേന്ദ്രീകൃത അലോട്ട്മെന്റ് ആണ് നടത്തുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിന് നമ്മൾ M.Cap എന്ന് പറയുന്നത് അല്ലെ. M.Cap എന്ന സംവിധാനമാണ് ഈ ഏകജാലക പ്രവേശനത്തിന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അതിനെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. www.dtekerala.gov.in ഉള്ള വെബ്സൈറ്റിൽ കയറുക. അതിൽ മെയ് 17 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവരുടെ ഗേറ്റ് സ്കോർ ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലെ പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത്. ഇനി ഗേറ്റ് സ്കോർ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് B.Tech-ൽ ലഭിച്ച മാർക്കാണ് മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നതെന്നും മനസ്സിലാകും. ഓക്കെ, സർക്കാർ കോളേജുകളിൽ പ്രവേശനം ലഭിച്ചാൽ ഒരു സെമസ്റ്ററിന് ഏകദേശം 7,000 രൂപയാണ് ഫീസിനകത്ത് വരുന്നത്. അപ്പോൾ 7,000 രൂപയാണ് ഒരു മാസം ഒരു സെമസ്റ്ററിൽ വരുന്നുള്ളൂ. അതിപ്പോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാം എന്നതാണ് കേരളത്തിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ഗേറ്റ് സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് സ്റ്റൈപ്പൻഡുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗേറ്റ് സ്കോർ ഇല്ലാത്ത ചില വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കോളർഷിപ്പുകളും ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിലൊരു ആകർഷണീയത എന്ന് പറയുന്നത്. കേരളീയർക്ക് മാത്രമല്ല കേട്ടോ, മറ്റ് സംസ്ഥാനക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ചില സീറ്റുകൾക്ക് സ്പോൺസേർഡ് സീറ്റുകളായിട്ടുമുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഡിപ്പാർട്ട്മെന്റുകളുടെ ശമ്പളത്തോടു കൂടിയുള്ള സ്പോൺസർഷിപ്പിൽ പഠനം
പൂർത്തിയാക്കാം എന്നതാണ് ഈ സീറ്റുകളിൽ പ്രവേശനം ലഭിക്കുന്നവരുടെ ഒരു മെച്ചം എന്ന് പറയുന്നത്. കേരളത്തിലെ മിക്ക കോളേജുകളിലും നല്ല പ്ലേസ്മെന്റ് എംടെക്കിലുണ്ട്. കൂടാതെ കോഴ്സ് പൂർത്തിയാക്കി സ്റ്റാർട്ടപ്പുകളോ സംരംഭങ്ങളോ തുടങ്ങാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് എന്തുണ്ട്, ഇൻക്യുബേഷൻ സെന്ററുകളും സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വെബ്സൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. www.dtkerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ hdpadmission.dtkerala.gov.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.